ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ചെറിയ യാത്ര പോയിന്. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഇത്ര ദിവസം. അപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഞാൻ പഠിച്ച സ്കൂളിലേക്ക് അൻസാർ. അവിടെ ഒരു എക്സാമിൻ്റെ ഫോം സൈൻ ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും തോന്നുന്നുണ്ടോ എൻ്റെ ശബ്ദം എങ്ങനെയെന്ന്. അത് വേറെ ഒന്നുമല്ല, ഞാൻ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല വണ്ടിയിലായതുകൊണ്ട്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തു. അപ്പോൾ സ്കൂൾ കാണും മുന്നേ ഞാൻ സ്കൂൾ വെച്ച് പറഞ്ഞുതരാം. സ്കൂൾ അടിപൊളിയാണ്, വേറെ ലെവലാണ്. നല്ലൊരു ഭംഗിയുള്ള സ്കൂള്. അതുപോലെ മിസ്സുമാരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയ മിസ്സുമാർ. പഠിപ്പാണെങ്കിൽ അടിപൊളി നന്നായി പഠിപ്പിച്ച് തരും. അത്രക്കും ഒരു ഫീൽ കിട്ടുന്ന സ്കൂളാണ് അൻസാർ. നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സ്കൂൾ വേറെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. അത്രക്ക് നല്ലൊരു സ്കൂള് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ LKG മുതൽ അവിടെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് മറ്റു സ്കൂളൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ സ്കൂളിൽ എനിക്ക് ഭയങ്കര വലുതാണ്. അത് അടിപൊളിയാണ്. അതിപ്പോൾ അവിടെ പഠിക്കണവരാവട്ടെ, പഠിച്ച് കഴിഞ്ഞ് പോയവരാവട്ടെ, അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടും അൻസാറിൻ്റെ ഒരു ഫീല്, അവിടെ പഠിക്കുന്നതിൻ്റെ ഫീല് വേറെയാണ്. കാരണം അത്രക്കും ഒരു രസമാണ് അവിടുത്തെ പഠിപ്പ്. മറ്റുള്ള സ്കൂളിൽ പോലെ ഒന്നുമല്ല. വലിയ കച്ചറൊന്നും ഇല്ല. അത്യാവശ്യം നല്ല സ്കൂളാണ്. പിന്നെ വല്ലപ്പോഴൊക്കെ ചെറിയ അടിയൊക്കെ ഉണ്ടാവുന്നുള്ളൂ. അത് പിന്നെ എല്ലാ സ്കൂളിലും ഉണ്ടാവുന്നതാണ്. അവിടുത്തെ മിസ്സുമാരാണ് നല്ല കമ്പനിയാണ്. നല്ല ഫുൾ സപ്പോർട്ടൊക്കെ നമുക്ക് തരിക. അവിടെ അത്രക്കും നല്ലൊരു ഫ്രണ്ട്ലി ടീച്ചേഴ്സിന് വേറെ ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ കുറച്ച് മിസ്സുമാർ അങ്ങനത്തെ ഇല്ല. നമ്മുടെ സ്കൂളുണ്ട്, ഒരു അടിക്കണ മിസ്സുമാരൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ സ്കൂളിലെത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിൽ എത്തിയിരിക്കുന്നു. ദാ കാണൂ അൻസാറിൻ്റെ ഗേറ്റ്, കോട്ടവാതിൽ. എല്ലാ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇത് നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ മോസ്കാണ്. പിന്നെ ഇപ്പോഴത്തെ സൈഡ് പറയുകയാണെങ്കിൽ ഇവിടെ സെക്ഷൻ വേറെ ഉണ്ട്. ഇവിടെ B ബ്ലോക്ക് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ അതിങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കൊറോണ ആയതുകൊണ്ട് അധികം നിർത്തണില്ല. ആകെ ടൈം അലോട്ട് ചെയ്ത് ഒരു 30 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ അധികം നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫുള്ളൊന്നും എടുക്കാനോ പറ്റിയില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫുള്ളായിട്ട് കാണിക്കാം. അപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ അൻസാറിന് നമുക്ക് കിട്ടുക. നല്ല മനോഹരമായ മരങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ അൻസാറിൻ്റെ ഭംഗി പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ തിരിച്ചു. ക്ഷമിക്കുക, ആകെ ഒരു വിഷമമായി നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ അൻസാറിൻ്റെ കോട്ടവാതിൽ കടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അൻസാറിൻ്റെ കോട്ടവാതിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ കുറേ ഉണ്ട്, കുറേ കോളേജ് ഉണ്ട്. ഇവിടെ ഗേൾസിന് കോളേജ് ഉണ്ട്, പിന്നെ KG ഉണ്ട്, അങ്ങനെ അല്ല പിന്നെ വേറെ വല്ല കോളേജസൊക്കെ ഉണ്ട്. മൊത്തത്തിൽ വലിയ സ്കൂളാണ് അൻസാർ. ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലെത്തി സംസാരിക്കാം. ഇവിടെ അധികം ആകെ എന്തോ പോലെ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട്. അല്ലാതെ ഇനി കൊറോണ ഒക്കെ ഒന്ന് സെറ്റായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണിക്കാം. ഹലോ, അപ്പോൾ നമ്മൾ തിരിച്ച് എത്തിക്കണ്. അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് ടൈം അലോട്ട് ചെയ്തത് ആകെ അരമണിക്കൂറാണ്. അതുപോലെ പിന്നെ അധികം കറങ്ങി നടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് പിന്നെ കാണാം.